ഹായ്, എല്ലാവർക്കും വേ ഓഫ് ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചരിത്ര സംഭവം കേൾക്കണോ? നോഹയും കുടുംബവും. വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു നോഹ. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫെത്ത് എന്നിങ്ങനെയായിരുന്നു ആ മക്കളുടെ പേര്. നോഹയും ഭാര്യയും മക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ തന്നെ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ആ ദേശത്ത് ജീവിച്ചിരുന്നു. നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല വാക്ക് എന്നിവയോട് കൂടിയ ഒരു മനുഷ്യനായിരുന്നു നോഹ. ദൈവത്തിന്റെ മുൻപിൽ നീതിമാൻ, സത്യസന്ധൻ. എന്നാൽ നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യർ തിന്മകളാലും ദുഷ്ചേതികളാലും നിറഞ്ഞവരായിരുന്നു. അങ്ങനെ ഒരിക്കൽ ദൈവം ഈ മനുഷ്യരുടെ പ്രവൃത്തി കണ്ട് മടുത്തു. സഹികെട്ട് നോഹയോട് ഇപ്രകാരം പറയുകയാണ്: ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു. ഈ ദുഷ്ടരായ മനുഷ്യർ നിമിത്തം ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു. എന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. നീ ഉടനെ തന്നെ ഗോഫർ എന്ന മരം കൊണ്ട് ഒരു പെട്ടകം പണിയും. ആ പെട്ടകത്തിന് ധാരാളം മുറികളും ഉണ്ടായിരിക്കണം. ആ പെട്ടകത്തിൽ നീയും നിന്റെ കുടുംബവും ഭൂമിയിലെ സകല മൃഗങ്ങളിൽ നിന്നും ഇഴജാതികളിൽ നിന്നും പക്ഷികളിൽ നിന്നും 2 വീതം ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കണം. ഞാൻ ഈ ഭൂമിയിൽ വലിയൊരു പ്രളയം വരുത്തുവാൻ പോവുകയാണ് മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം. അങ്ങനെ നോഹ പെട്ടകത്തിന്റെ പണി ആരംഭിച്ചു. ഗോഫർ മരം കൊണ്ട് വലിയൊരു പെട്ടകം ഉണ്ടാക്കി, മനോഹരമായ ഒരു പെട്ടകം ഉണ്ടാക്കി. അങ്ങനെ ദൈവം കൽപ്പിച്ച ആ ദിവസം വന്നെത്തി. അന്ന് ആ ദിവസം അങ്ങനെ ഭൂമിയിലുള്ള സകല മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഒക്കെ തന്നെ ആ പെട്ടകത്തിലേക്ക് കയറി. നോഹയുടെ കുടുംബവും ആ പെട്ടകത്തിലേക്ക് കയറുകയാണ്. ദൈവം ആ പെട്ടകത്തിന്റെ വാതില് അടച്ചു. 40 ദിവസം 40 രാവും 40 പകലും ദേശത്ത് മഴ പെയ്യുവാൻ തുടങ്ങി. ഘോരമായ മഴ. പർവ്വതങ്ങളും കുന്നുകളും വൃക്ഷങ്ങളും സകലവും വെള്ളത്താൽ നിറഞ്ഞു. പെട്ടകം ആ വെള്ളത്തിലൂടെ ഒഴുകി നടന്നു. ദൈവം നോഹയും കുടുംബത്തെയും ഓർത്തു. അങ്ങനെ പെട്ടകം അരാരാത്ത് എന്ന വലിയ പർവ്വതത്തിൽ ഉറച്ചു. പ്രഭാതത്തിൽ നോഹ പെട്ടകത്തിന്റെ വാതിൽ മെല്ലെ തുറന്ന് ഒരു കരിങ്കാക്കയെ പുറത്തേക്ക് അയച്ചു. ഭൂമിയിലെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കി വിലയിരുത്തുവാനായിട്ട് ഒരു കരിങ്കാക്കയെ പുറത്തേക്ക് അയക്കുകയാണ്. എന്നാൽ ആ കാക്ക പുറത്തേക്ക് പോയി ഒട്ടും സ്ഥലം ഇല്ലാതെ വരികയാൽ തിരിച്ച് പെട്ടകത്തിലേക്ക് തന്നെ പറന്നു വന്നു. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും അദ്ദേഹം ഒരു പ്രാവിനെ പുറത്തേക്ക് അയച്ചു. പ്രാവ് തിരികെ വന്നപ്പോൾ ആ പ്രാവിന്റെ ചുണ്ടില് ഒരു ഒലിവിലയുടെ കഷ്ണം ഇരിക്കുന്നതായി കണ്ടു. നോഹയ്ക്ക് മനസ്സിലായി, ഭൂമിയിലെ വെള്ളം വറ്റി തുടങ്ങിയിരിക്കുന്നു, വൃക്ഷങ്ങളൊക്കെ കാണാനായി തുടങ്ങിയിരിക്കുന്നു എന്ന് നോഹയ്ക്ക് മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. നോഹ പിന്നെയും ആ പ്രാവിനെ തന്നെ പുറത്തേക്ക് പറത്തിവിടുകയാണ്. എന്നാൽ ആ പ്രാവ് തിരികെ മടങ്ങി വന്നില്ല. നോഹയ്ക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു, ഭൂമിയിലെ വെള്ളമെല്ലാം വറ്റി കര തെളിഞ്ഞു എന്ന് മനസ്സിലായി. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നോ അവരെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി സന്തോഷത്തോടെ പിന്നെയും വർഷങ്ങൾ ജീവിച്ചു. നോഹയും മക്കളും ഒക്കെ തന്നെ ഭൂമിയിൽ പെറ്റുപെരുകി. നോക്കൂ സുഹൃത്തുക്കളെ, ഈ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വെറും കഥയായി തോന്നാം അല്ലേ? പക്ഷേ ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്, ചരിത്ര സംഭവമാണ്, വെറും കഥയല്ല എന്ന് മനസ്സിലാക്കാം. നിരവധി തെളിവുകളും അവശേഷിപ്പുകളും ഇന്നും ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടകമുറച്ച ഈ അരാരാത്ത് പർവ്വതം എവിടെയാണെന്നറിയാമോ? ഇന്നത്തെ തുർക്കിയിലാണ് നോഹയുടെ പെട്ടകം ഉറച്ചത്. അതുമല്ല, പെട്ടകത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന തടിക്കഷ്ണങ്ങളും മറ്റ് അവശേഷിപ്പുകളും ഒക്കെ ചരിത്രകാരന്മാർക്ക് കണ്ടുകിട്ടിയിട്ടുമുണ്ട്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു. വീണ്ടും ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം എന്ന പ്രതീക്ഷയോടെ വേ ഓഫ് ലൈഫ്. ബൈ.